ഇവിടെ ഇപ്പോൾ ഈ ഷെഡ് കിട്ടാനായിട്ട് ഇത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നമുക്ക് അന്വേഷിക്കാം. ഞാൻ CPM-ൻ്റെ മെമ്പറുണ്ട്, ഷായനാശ്ശേരി എന്നാണ്. ഷായനാശ്ശേരിനെ സമീപിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ വളരെ ആ കുട്ടീനെ അച്ഛാന്ന് വിളിക്കുക, ആ കുട്ടി വിളിക്കുക. അപ്പോൾ ആ വിവരം പറഞ്ഞ് അവരോടൊന്ന് വിട്ടു കൊടുത്ത് പോകുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. എങ്ങനെയും അവർക്കൊരു സൗകര്യം, ഒരു വീട് വയ്ക്കാനുള്ള കുറച്ച് പൈസ സാധനം ഉണ്ടല്ലോ, ലോണായിട്ട് എടുത്തുതരാം. അവർ വാങ്ങിയ സ്ഥലം തന്നെയാണ്. അവർ വാങ്ങിയതാണ്, വിനോയ് വാങ്ങിയതാണ് സ്ഥലം. എത്ര നാളായി വാങ്ങിയിട്ട് ഒരു കുറച്ച് നാളായി, ഒരു 5-8 വർഷമായി വാങ്ങിയിട്ടിട്ട്. അത് വീട് വയ്ക്കാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പാസ്സായിട്ടില്ല. അപ്പോൾ ഷായനാശ്ശേരി അത് ശരിയാക്കി. പ്രവാസി ചാവക്കാട് പ്രവാസിയുടെ ഇതിൽ നിന്ന് അവർ ഞാനും എൻ്റെ ഭാര്യയിട്ട് വേറെ രണ്ടാളെ ഇതിട്ട് 1 ലക്ഷം റുപ്യ ആദ്യം പാസ്സായി. 1 ലക്ഷം റുപ്യ കൊണ്ട് ഒന്നും നടക്കില്ല. അത് രണ്ടാമത് വേറെ 2 ജാമ്യക്കാരെ ഞങ്ങൾ ജാമ്യം നിന്നിട്ട് അവിടുന്ന് വീണ്ടും 2 ലക്ഷം റുപ്യ എടുത്തു. അങ്ങനെ ഇത് പണിത് നൂലെത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല, ഷീറ്റിടാൻ പറ്റിയില്ല. അങ്ങനെ വേറെ കുറിയൊക്കെ ഉണ്ടല്ലോ, കുറിയിൽ നിന്ന് കാശ് എടുത്താൽ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ വാടക വീട്ടിൽ നിന്ന് ഇവിടേക്ക് മാറി. അപ്പോൾ അവർക്ക് ഭയങ്കര രഹസ്യമായിരുന്നു. നല്ല ശാപം പിടിച്ച പോലെ ആയിരുന്നു അവിടുത്തെ ജീവിതം. ഒരു എല്ലാ കാര്യങ്ങളും നല്ല വയ്യായ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റൊരിടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് കഴിയാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുത്തിട്ട് ഒക്കെ. അങ്ങനെയായിട്ട് 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകാം. ആദ്യം 10,000 റുപ്യ കൊടുത്തു ഒരാളെ. ആ കടയിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ജോലി ശരിയാക്കാൻ ഞാൻ അയാൾ ഗൾഫിൽ കടക്കുള്ള ആളാണ്. അയാൾ അത് വാങ്ങിയിട്ട് പോയി. പിന്നെ എൻ്റെ കൂട്ടുകാരനാണ് തിരുവല്ലയുള്ള. അവർ കൂടിയിട്ടാണെന്നുകൊണ്ട് ഈ ഇത് ശരിയാക്കിയിട്ടില്ല. അങ്ങനെ പിന്നെ വീട് വെക്കണം, എൻ്റെ മോനെ നല്ല രീതിയിൽ എത്തിക്കണം, അവനെ വലുതാമത്തിന് ഒരു വീടുണ്ടാകണം എന്ന് സ്വപ്നം. അങ്ങനെ 48 വയസ്സായി. പോയിട്ട് ഉള്ളതുകൊണ്ട് അവന് നല്ല ആത്മധൈര്യമുണ്ട്. പണിയെടുത്തിട്ട് എന്തെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാനും കടകളും വീട്ടാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് പോയതാണ്. വീട് വലിയൊരു സ്വപ്നമായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഭാര്യ മോനെ നല്ല സമയത്തിൽ വീടുണ്ടാക്കി കഴിയണം എന്നുള്ള സ്വപ്നമായിരുന്നു. പിന്നെ ഈ സാമ്പത്തിക ബാധ്യതകൾ, അതുകൊണ്ടാണ് അവൻ പോകാൻ തന്നെ കാരണം.